കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം നൽകാതിരിക്കാൻ നിലവിൽ കാരണങ്ങളില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. കേസിൽ ബാങ്കിലെ മുൻ അക്കൗണ്ടന്റ് CK ജിൻസിലിനും കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. കർശന ഉപാധികളോടെയാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷനും CK ജിൽസിനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനടക്കം ജാമ്യം നൽകിയ സുപ്രീം കോടതി ഉത്തരവുകൾ കൂടി പരിഗണിച്ചാണ് ജസ്റ്റിസ് CS ഡയസിന്റെ നടപടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തെങ്കിലും നിലവിൽ ജാമ്യം നിഷേധിക്കാൻ കാരണങ്ങളില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ മൂന്നാം പ്രതിയാണ് അരവിന്ദാക്ഷൻ. 2023 സെപ്റ്റംബർ 26-നാണ് കരുവന്നൂർ കേസിൽ അരവിന്ദാക്ഷൻ അറസ്റ്റിലാകുന്നത്. എല്ലാ തട്ടിപ്പുകളും അരവിന്ദാക്ഷന്റെ അറിവോടെയാണെന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. അരവിന്ദാക്ഷന് കരുവന്നൂർ ബാങ്കിൽ 50 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപം ഉണ്ടെന്നും ഇത് ബിനാമി വായ്പകൾ വഴി ലഭിച്ച പണം ആണെന്നുമായിരുന്നു EDയുടെ വാദം. അരവിന്ദാക്ഷനും കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളുടെ ശബ്ദരേഖയും കള്ളപ്പണ ഇടപാടിന്റെ തെളിവായി ED ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ബാങ്ക് മുൻ അക്കൗണ്ടന്റ് ജിൽസ് ലക്ഷക്കണക്കിന് രൂപയുടെ ഭൂമി വിൽപ്പന നടത്തിയെന്നായിരുന്നു EDയുടെ വാദം. ജാമ്യം തേടി ഇരുവരും കൊച്ചിയിലെ PMLA കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും തള്ളിയിരുന്നു. ഇതിനിടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് ഈ വർഷം ജൂണിൽ അരവിന്ദാക്ഷന് ഹൈക്കോടതി 10 ദിവസത്തെ ഇടക്കാല ജാമ്യവും അനുവദിച്ചിരുന്നു. ജനം, കൊച്ചി.